കേരളത്തിലെ നമ്പർ 1 കോമ്പറ്റേറ്റീവ് എക്സാം പബ്ലിക്കേഷനായ ലാമൻ സൊല്യൂഷൻസിൻ്റെ പുതിയൊരു പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ജോലിയോടൊപ്പം എങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. സോ സർ, ഈ കോമ്പറ്റേറ്റീവ് എക്സാം എങ്ങനെ, അതായത് ജോലിയോടൊപ്പം പ്രിപ്പയർ ചെയ്യുമ്പം എത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്? ശരിക്കും നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത് പറയുന്ന കാര്യത്തിലൊരു മാറ്റം വരുത്തണം. ജോലിയോടൊപ്പം കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ അല്ല, കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ പ്രിപ്പറേഷനോടൊപ്പം ജോലി കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, എന്ന് മുതൽ നമ്മളിപ്പോൾ ബേസിക്കലി ഇപ്പോൾ PSC പ്രിപ്പറേഷൻ ആണെങ്കിൽ PSC പ്രിപ്പറേഷൻ പ്രൈമറിയും ജോലി സെക്കൻഡറിയും ആവണം. എന്നാൽ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടും. അപ്പോൾ ഞാനാണെങ്കിൽ പോലും ജോലിക്ക് പോകുന്ന സമയത്ത് തന്നെയാണ് PSCക്ക് പഠനം തുടങ്ങിയിട്ട് 22ാമത്തെ വയസ്സിൽ തന്നെ ഗവൺമെൻറ് സർവീസിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത്, കാരണം ഇവിടെ നമ്മുടെ ഏറ്റവും മെയിൻ എന്ന് പറയുന്നത് സർവീസിൽ കയറുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കണം. അപ്പം ഈ ഒരു വർഷം നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യാൻ നമുക്ക് വേണ്ട ഫൈനാൻഷ്യൽ എത്രയാണോ വേണ്ടത്, നമ്മുടെ ബേസിക് കാര്യങ്ങൾ നേടാൻ എത്ര എമൗണ്ടാണ് വേണ്ടത്, അതിനു വേണ്ടി മാത്രം ജോലിക്ക് പോവാം. അല്ലാതെ എല്ലാ ദിവസവും ജോലിക്ക് പോയി ഇതിനു വേണ്ടി പഠിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രായോഗികമാവണമെന്നില്ല. പക്ഷേ പല ആൾക്കാരും എല്ലാ ദിവസവും ജോലിക്ക് പോയിട്ട് സർവീസിൽ കയറിയ ആൾക്കാരൊക്കെ എനിക്കറിയാം. അത് കിട്ടിയേ തീരൂ, എനിക്ക് വേണം എന്ന് അതിയായ ലക്ഷ്യമുള്ളവർക്ക് അത് കിട്ടും. നോർമലി ആൾക്കാരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല ജോലിക്ക് പോകേണ്ടത്, നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രം ജോലിയെ ക്രമീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, PSC പഠനത്തിന് വേണ്ടി ഒരുപാട് സമയം കിട്ടും. അപ്പം എപ്പോഴും മനസ്സിൽ ചിന്തിക്കേണ്ടത് ജോലിയോടൊപ്പം പഠനമല്ല, പഠനത്തോടൊപ്പം ജോലി കൊണ്ടുപോകുക എന്നുള്ള ആ രീതിയിലേക്ക് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ബെറ്റർ ആവും. സാർ, ഇപ്പോൾ ക്രമീകരണത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞല്ലോ. അതായത് നമുക്ക് ഈ ഒരു ജോലിയോടൊപ്പം ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സമയം കണ്ടെത്താൻ പറ്റും? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും 24 hours തന്നെയാണ്. ഇവിടെ നമ്മൾ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് സമയം കാണാൻ പറ്റില്ല. ഞാൻ ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ബോട്ടിൽ ഞാൻ ഒരുപാട് കല്ലിട്ടു, അത് ഫില്ലായി. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, അത് ഫില്ലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫില്ലായി. പക്ഷേ ഫില്ലായിട്ടില്ല. അതിലേക്ക് കുറച്ച് മണലിട്ട് നോക്കിയേ, അത് താഴോട്ട് പോകും. അപ്പോൾ ഇവിടെ സ്പേസ് കിട്ടി. അപ്പോൾ ഇപ്പോഴും ഫില്ലായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഫില്ലായിട്ടില്ല. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നോക്കിയാൽ. ഇതേപോലെയാണ് നമ്മൾ സമയം എന്ന് പറയുന്നത്. നമ്മളൊരു പക്ഷേ നമുക്ക് 8 മണിക്കൂറാണ് ജോലിയെങ്കിലും 8 മണിക്കൂർ മാത്രമല്ല നമുക്ക് പോകുന്നത്. ഒരു പക്ഷേ ട്രാവലിങ്ങിന് ഒരുപാട് സമയം പോകും. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയം, ഈ ട്രാവലിംഗ് സമയത്തൊക്കെ നമുക്ക് പഠിക്കാൻ ഇന്ന സ്ഥലത്ത് എത്തിയതിന് ശേഷം മാത്രം പഠിക്കുക എന്നല്ല ചിന്തിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ആ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ ഈ അരമണിക്കൂറിൽ 30 മിനിറ്റാണ്. ആ ഓരോ മിനിറ്റിലും മിനിമം ഒരു ചോദ്യം പഠിക്കുകയാണെങ്കിൽ 30 ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിക്കാം തിരിച്ചു വരുമ്പോഴും. അപ്പോൾ ബോണസായിട്ട് 60 ക്വസ്റ്റ്യൻസ് അവൻ സിമ്പിളായിട്ട് ഒരു ദിവസം പഠിക്കുകയാണ്. 10 ദിവസം ആകുമ്പോൾ അത് എത്രയായി, 600ആയി. ഒരു മാസം ആകുമ്പോൾ 1800 ക്വസ്റ്റ്യൻസ് ബസ്സിൽ നിന്ന് മാത്രം പഠിച്ചു. അപ്പോൾ ബസ്സിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് വയർലെസ് ഹെഡ്സെറ്റ് ഉണ്ട്, നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് നമുക്കത് കേട്ട് പഠിക്കാം. അപ്പം ഇവിടെ ക്രമീകരണം എന്ന് പറയുന്നത്, എപ്പോഴൊക്കെയാണോ നമുക്ക് സമയം കിട്ടുന്നത് അപ്പോഴൊക്കെ പഠിക്കാം. ആ രീതിയിലേക്ക് എന്ത് ചെയ്യാം, പഠനത്തെ ക്രമീകരിക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ക്രമീകരണത്തിൻ്റെ കൂടെ തന്നെ നമുക്കൊരു സ്റ്റഡി പ്ലാൻ കൊണ്ടുവരേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും സ്റ്റഡി പ്ലാൻ ഉണ്ട്. പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്, സാർ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരുമോ? അതൊരിക്കലും നമുക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരാൻ പറ്റില്ല. അപ്പോൾ അശ്വതിൻ്റെ സമയമല്ല എൻ്റെ സമയം. ഇപ്പോൾ ഒരു ജോലിക്ക് പോകുന്ന ആളുടെ സമയം അറിയില്ല എനിക്ക്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്യുക, സമയം ക്രമീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഡിസിപ്ലിൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മൂഡുള്ള ദിവസം പഠിക്കും, മൂഡില്ലാത്ത ദിവസം പഠിക്കില്ല. അങ്ങനെ ആവരുത്. മൂഡുണ്ടെങ്കിലും മൂഡില്ലെങ്കിലും അന്നത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഇപ്പോൾ ഒരു ദിവസം ഒരു 3 മണിക്കൂറാണെങ്കിൽ ആ 3 മണിക്കൂർ എന്തായാലും പഠിക്കുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യണം, പഠനം ക്രമീകരിക്കണം. അപ്പോൾ അതിലെന്ത് ചെയ്യണം, ഇംഗ്ലീഷ് വേണം, മാത്സ് വേണം, മലയാളം വേണം, GK വേണം. ഈ ജോലിക്ക് പോകുന്ന പല ആൾക്കാർ GK മാത്രം പഠിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GK പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ പഠിച്ചെന്നൊരു ഫീല് മാത്രം കിട്ടും. അതുകൊണ്ട് കാര്യമില്ല. നമുക്ക് ഇംഗ്ലീഷും വേണം, മാത്സും വേണം, മലയാളം വേണം, എല്ലാം വേണം. അതിന് ഓരോ സമയം എന്ത് ചെയ്യുക, ക്രമീകരിക്കുക. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സ്റ്റഡി ടേബിളിൽ എത്തിയതിന് ശേഷം മാത്രം പഠിക്കുമെന്ന് ചിന്തിക്കാതെ എവിടുന്ന് സമയം കിട്ടിയാലും അവിടെ പഠിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സാറിന് ഇതുപോലെ തന്നെ ജോലിയോടൊപ്പം തന്നെയാണ് PSC കിട്ടിയിട്ടുണ്ടായിരുന്നത്, എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നതും. സോ സാർ എങ്ങനെ ഇത് ക്രമീകരിച്ചിട്ടില്ല? ഇത് ക്രമീകരണത്തെക്കാളും നമ്മൾ ജോലിക്ക് പോകുന്നതിന് ഏറ്റവും വലിയൊരു മോട്ടിവേഷനാണ്. കാരണം നമ്മളെ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഈ ഒരു പണം എങ്ങനെ കിട്ടിയെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ പഠിക്കാനുള്ള ഒരു ആവേശം തന്നെ വരും.
ഇപ്പോൾ വീട്ടിൽ നിന്ന് മാത്രം പണം കിട്ടി പ്രത്യേകിച്ച് എഫേർട്ടൊന്നും എടുക്കാതെ മുന്നോട്ട് പോകുന്നവർക്ക് ഇത് വേണമെന്നുള്ള വലിയ ചിന്ത ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എങ്ങനെ ക്രമീകരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഈവൻ നമ്മളിപ്പോൾ ഒരു 2 വീലറിലൊക്കെ പോകുന്ന സമയത്ത് മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ നമ്മൾ മാറി നിൽക്കുമല്ലോ, എവിടെയെങ്കിലും കയറി നിൽക്കുക. ആ സമയത്ത് പോലും എൻ്റെ കയ്യിൽ തൊഴിൽ വാർത്ത ഉണ്ടാവും. ഞാൻ അപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ പഠിക്കും. ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ടാസ്കുകൾ ഉണ്ടാക്കും. ഇപ്പം ഒരു 10 ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചായ ഞാൻ കൊടുക്കുള്ളൂ. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ റിവാർഡ് ഞാൻ അങ്ങനെ കൊടുക്കുള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ ചോറ് കഴിക്കണമെങ്കിൽ 10 ക്വസ്റ്റ്യൻസും ആൻസറും ഞാൻ പഠിക്കണം. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ റിവാർഡ് സിസ്റ്റം കൊടുത്ത് കംപ്ലീറ്റ് പഠിക്കുന്ന രീതി. പിന്നെ ഇപ്പോൾ തന്നെ അപ്പോൾ ബ്രെയിനിലൊരു മെക്കാനിസം വരും, ചായ കിട്ടണമെങ്കിൽ എന്ത് വേണം, 10 ക്വസ്റ്റ്യനും ആൻസറും പഠിക്കണം. അപ്പോൾ ആ രീതിയിലേക്കൊക്കെയാണ് ഞാൻ ഇതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ 22ാമത്തെ വയസ്സെന്ന് പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞ് പിറ്റത്തെ വർഷം തന്നെയാണ് സർവീസിൽ കയറിയത്. അപ്പോൾ നല്ല രീതിയിൽ ഞാൻ ഇങ്ങനെ മൈൻഡിനെ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ വർക്ക് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം നേരിടുന്നൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മൊബൈൽ അഡിക്ഷനാണ്. നമ്മൾ അറിയാതെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു പോകും. അപ്പോൾ എത്രത്തോളം നമുക്ക് മൊബൈൽ അഡിക്ഷൻ കുറച്ചു കൊണ്ടുവരാം, അതിനൊരു പോസിബിലിറ്റി? നമുക്കൊരിക്കലും മൊബൈൽ ഫോൺ ഇല്ലാത്ത ജീവിതം നമുക്ക് ചിന്തിക്കാനേ പറ്റൂല. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ എനർജി സേവർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അഥവാ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റഗ്രാം തുറന്ന് വെച്ചിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാം കാണൂല എന്ന് പറയുമ്പോൾ ഒരുപാട് എനർജി അവിടെ ലോസ് ആവും. അപ്പോൾ അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഒന്നുകിൽ ഇൻസ്റ്റഗ്രാം എന്ത് ചെയ്യുക, അൺഇൻസ്റ്റാൾ ചെയ്യുക. ഇനി അതില്ലെങ്കിൽ നമുക്ക് വേണ്ട ആളുകളുടേത് മാത്രം എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ റീല് കാണുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഡോപ്പമൈൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട റീലിൽ നിന്ന് കണ്ട ഡോപ്പമൈൻ ആവില്ല, വീണ്ടും നമുക്ക് സന്തോഷം കാണണമെങ്കിൽ വീണ്ടും കാണാം. അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും കണ്ടുപോകും. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, ഒരു റീലോ ഒരു വീഡിയോ കാണാൻ പോയ നമ്മൾ തിരിച്ചു വരുമ്പോൾ എത്ര സമയമാണ് കൺസ്യൂം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയിട്ട് ഇപ്പോൾ ഞാൻ ഷുഗർ കട്ടുള്ള ഒരാൾ ബേക്കറിയിൽ പോയിട്ട് ഞാൻ ഷുഗർ ഉള്ളത് കഴിക്കൂല എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. ബേക്കറിയിൽ പോവാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് പോയിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയേൻ്റെ അകത്ത് പോയിട്ട് ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നത് അങ്ങനെ ചിന്തിക്കാൻ തന്നെ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് എന്ത് ചെയ്യുക, പോവാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും നമുക്ക് നമ്മുടെ ഗോളിനെ കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ളൊരു ചിന്ത വേണം. എന്നാൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിവെക്കാൻ പറ്റും. സോ ഇന്നത്തെ പോഡ്കാസ്റ്റ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. സോ സാറ് പറഞ്ഞ പോലെ നല്ലൊരു കൺസിസ്റ്റൻസി, ടൈം മാനേജ്മെൻറ്റ് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലിയോടൊപ്പം തന്നെ കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ജോലിയോടൊപ്പം കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തോളൂ. മറ്റൊരു പോഡ്കാസ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ മറ്റൊരു ദിവസം വരുന്നതാണ്.